നിലമ്പൂരിൽ അങ്ങനെ വീണ്ടും കാട്ടാനയുടെ ആക്രമണം എന്ന വാർത്ത കൂടി വരികയാണ്. മലപ്പുറം വഴിക്കടവ് ആനമറയിൽ കാട്ടാന വീട് തകർത്തു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരി അടക്കമുള്ള സാധനങ്ങൾ ഭക്ഷിച്ചു. കുമാരദാസന്റെ വീടാണ് കാട്ടാന തകർത്തത്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശാന്തകുമാർ, എപ്പോഴാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വീണ്ടും ആവർത്തിക്കുകയാണ് കാട്ടാനയുടെ ആക്രമണം. തീർച്ചയായും പിന്നിൽ അങ്ങനെ തന്നെയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ആനമറയിൽ കുമാരദാസിന്റെ വീടിന്, ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ പുറകിൽ അടുക്കളോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ തകർത്ത് അകത്തുള്ള അരി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ ഈ ആന ഭക്ഷിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ സമീപത്തെ തൊഴുത്തുണ്ട്, അവിടെ ഒരു പശുക്കുട്ടിയുണ്ട്. ആ പശുക്കുട്ടി നിൽക്കുന്ന തൊഴുത്തിന്റെ ഭാഗത്തും ആക്രമണത്തിൽ ചുമറിടിഞ്ഞു വീണ് ആ പശുക്കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ വീട്ടുകാർ ഏറെ ഭയാശങ്കയിൽ തന്നെയാണ്. കാരണം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭക്ഷണം കൂടി അന്വേഷിച്ച് ഈ വീടുകളുടെ ഉള്ളിലുള്ള ഭക്ഷണം കൂടി ആന അന്വേഷിച്ച് അത് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന രീതി ഇപ്പോൾ ഈ ഭാഗത്ത് കൂടുതലായിട്ടുണ്ടെന്ന് തന്നെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഏറെ പ്രയാസത്തിൽ തന്നെയാണ് പ്രദേശവാസികളുള്ളത്. ബിനിൽ, ശരി, ആശങ്കയിലാണ് പ്രദേശവാസികൾ. മലപ്പുറം വഴിക്കടവ് ആനമറയിലാണ് കാട്ടാന വീട് തകർത്തിരിക്കുന്നത്. അരിയടക്കമുള്ള സാധനങ്ങൾ ഭക്ഷിച്ചിരിക്കുകയാണ് കാട്ടാന. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.